എന്റെ മകനെ തല്ലാൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടായല്ലേ? ഞാനൊന്നും മനസ്സ് വെച്ചാ നിന്റെ ഈ കാക്കി കുപ്പായം അഴിപ്പിച്ചു വെച്ച് റോഡിൽ ഭ്രാന്തിയെ പോലെ നടത്തും. അയ്യപ്പ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനി നിന്റെ തിരുവായ തുറന്നാൽ നിന്റെ മകന്റെ സ്ഥിതിയായിരിക്കും നിനക്കും. പറഞ്ഞതനുസരിക്കേ എന്റെ മകനെ വിട്. ഞാൻ അകത്ത് വന്നാൽ പിന്നത്തെ അവസ്ഥ പറയാൻ കഴിയില്ല. ഒച്ച വെച്ച് പേടിപ്പിക്കാൻ നോക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ അമ്മായച്ചന്റെ വീടല്ല. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എസ് പി. ഞാൻ കാല് വെച്ച സ്ഥലത്ത് പിന്നെ ഒരു പുല്ല് പോലും മുളക്കില്ല. അതേ സ്ഥലത്ത് ഞാൻ എന്റെ ഈ കാല് വെച്ചാൽ നീ വെന്ത് വെണ്ണീറായി പോകും. വേണ്ട കാഞ്ചനെ, നീ വെറും ഒരു പെണ്ണാണെന്നുള്ള കാര്യം മറക്കണ്ട. എന്താ പറഞ്ഞത്? ഞാൻ വെറും ഒരു പെണ്ണാണെന്നോ? നിനക്ക് ജന്മം തന്ന് മുലയൂട്ടിയത് ഒരു പെണ്ണാണ്. നിന്റെ കിടപ്പറ പങ്കിടുന്നതും ഒരു പെണ്ണാണ്. ഈ നാട് ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയും ഒരു പെണ്ണാണ്. IPS കിരൺ ബേഡിയും ഒരു പെണ്ണ് തന്നെയാണ്. ഈ ലോകത്തിന്റെ മാതാവായ ഭൂമി ദേവിയും ഒരു പെണ്ണ് തന്നെയാണ്. ശത്രുക്കളോട് യുദ്ധം ചെയ്ത് അവരെ വേരോട് നശിപ്പിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ജനിച്ച വീരപുത്രിയായ റാണി ലക്ഷ്മിബായും ഒരു പെണ്ണ് തന്നെയാടാ. നിന്റെ ഈ അക്രമങ്ങളൊക്കെ ചേർത്ത് നീ കെട്ടിപ്പടുത്തി ഈ ക്രിമിനൽ സാമ്രാജ്യമൊക്കെ നിലം പരിശാക്കി ചുട്ടുകരിക്കാൻ വന്നവളാണ് ഞാൻ. ഈ ചീറ്റപ്പുലി കാഞ്ചനയും ഒരു പെണ്ണാണടാ. ഇനി 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈകളിൽ വിലങ്ങിട്ട് ഈ ജയിലിനകത്ത് നിന്നെ തൂക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കാഞ്ചനയല്ലടാ. അടുത്ത 24 മിനിറ്റിനുള്ളിൽ നിന്റെ ഈ കാക്കി കുപ്പായ ഞാൻ അർപ്പിച്ചു വെച്ചില്ലെങ്കിൽ എന്റെ പേര് അയ്യപ്പൻ നല്ലടി. ഇനി എന്താ നോക്കി നിൽക്കുന്നേ? ആ ബെയിലിന്റെ കോപ്പി എടുത്തവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്ക്. ഇതാണ് കോടതി ഉത്തരവ്. അവനെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഈ ബെയിൽ ഓർഡർ കാണിച്ച് നിന്റെ മോനെ എനിക്ക് ഈ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ എന്റെ നിയമത്തിന്റെ മുന്നിൽ വെച്ച് അവന് രക്ഷയില്ല അയ്യപ്പ. സുനിൽ, റിലീസ് ഹിം. പോടാ നാണം കേട്ടവനെ. എക്സ്ക്യൂസ് മീ, ഇതാ നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ. വാട്ട്? ഇട്ടിരിക്കുന്ന കാക്കിയിലെ നക്ഷത്രത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഒരുപാട് അഹങ്കരിച്ചില്ലേ? കണ്ണി കാണുന്നവരെയൊക്കെ ഷൂട്ട് ചെയ്ത് നടന്നല്ലേ? ഇനി ഭരണമൊക്കെ വീട്ടി മതി. ഇതാ പിടിച്ചോ നിനക്കുള്ള സമ്മാനം. റിമൂവ് ദ ക്യാപ്. സറണ്ടർ യുവർ ഗൺ. എന്താ പെൺപുലി കാഞ്ചനെ, ഒന്നും ഉരിയാടുന്നില്ലേ? ഇപ്പൊ ഈ അയ്യപ്പന്റെ പവർ എന്താണെന്ന് കണ്ടില്ലേ? ഇത് ചെറിയൊരു സാമ്പിളാ. ഇനിയുള്ളത് പോകെ 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 മനസ്സിലാവും. നിന്ന് ചീറാതെ വീട്ടിൽ പോവാൻ നോക്കണേ. ഹലോ മിസ്റ്റർ നാഗരാജൻ, നിന്റെ മുഖത്ത് ഈ ചിരിയുണ്ടല്ലോ എന്നും നിലനിൽക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. കാർമേഘങ്ങൾക്കൊരിക്കലും സൂര്യനെ എപ്പോഴും മറച്ചു വെക്കാനാവില്ല. ഒരു കാര്യം നീ നന്നായിട്ട് ഓർത്തു വെച്ചോ. പുറത്ത് നിൽക്കുന്ന ശത്രുക്കളൊക്കെ വാഴത്തൈകൾ പോലെയാണ്. അവരെത്ര പവർഫുൾ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ അവരെ വെട്ടിച്ചായ്ക്കാൻ പറ്റും. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള ഡിപ്പാർട്ട്മെന്റ് ക്രിമിനൽസിനൊക്കെ ഒരു ഭാഗത്ത് വെട്ടിച്ചായ്ച്ചാലും മറ്റൊരു ഭാഗത്തൂടെ മുളച്ചു വന്ന് വീണ്ടും ക്രിമിനൽസിനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെപ്പോലെയുള്ള ക്രിമിനൽസിനൊക്കെ വേരോട് നശിപ്പിക്കുന്നവരെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നന്നാവില്ല. ഞാൻ വീണ്ടും വരും നിങ്ങളെല്ലാരും വെട്ടി വീഴ്ത്താൻ. ഇറ്റ്സ് മൈ ചാലഞ്ച്. സത്യസന്ധമായ പോലീസ് അധികാരി IPS കാഞ്ചനയെ സസ്പെൻഡ് ചെയ്ത സർക്കാരിനെതിരെ സംസ്ഥാനം മുഴുവനും സമരത്തിന്റെ ഭീതിയിലാണ്. ഈ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ മികവ് കാഞ്ചനയുടെ സസ്പെൻഷനിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. മതി മോളെ, ഇത്രയും മതി. ഏത് ചാനൽ വെച്ചാലും രാഷ്ട്രീയക്കാരെല്ലാം മനസ്സാക്ഷിയില്ലാതെ കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങിയിട്ട് ഇത്രയൊക്കെ അന്യായങ്ങൾ ചെയ്തിട്ടും അവരെ എതിർക്കാത്ത ജനങ്ങൾ. ഇന്നാണ് മോളെ നിന്നെപ്പോലെ ന്യായമായൊരു ഓഫീസർ നീതിക്ക് വേണ്ടിയും ന്യായത്തിനു വേണ്ടിയും പോരാടി
സസ്പെൻഡ് ആയെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്കിത് മതി മോളെ. എന്നെ സസ്പെൻഡ് ചെയ്തതിന് എനിക്ക് ഒരു വിഷമമില്ല അച്ഛാ. ആ ദ്രോഹികളെ വേരോട് പിഴുതെറിയാൻ പറ്റാത്ത വിഷമം മാത്രമേ അച്ഛൻ എനിക്കുള്ളൂ. അച്ഛൻ വിഷമിക്കണ്ട. മതി മോളെ, ഈ പോലീസ് ഉദ്യോഗം മതിയാക്ക്. രാത്രിയും പകല് നോക്കാതെ വീടും കൂടും നോക്കാതെ അധ്വാനിച്ചതിനൊക്കെ തന്നല്ലോ വലിയ സമ്മാനം. ഈ ജോലി നമ്മളെപ്പോലുള്ളവർക്ക് പറ്റില്ല. ആര് ചത്താലും വേണ്ടില്ല, നമ്മൾ മാത്രം നന്നായിരുന്നാ മതിയെന്ന് കണ്ടവന്മാർക്കൊക്കെ സല്യൂട്ട് അടിച്ചു, കൈ നിറച്ച് കൈക്കൂലി വാങ്ങിച്ചു ബംഗ്ലാവ് കെട്ടി ഉയർത്തുന്നവരില്ലേ, അവർക്കേ പറ്റത്തുള്ളൂ. മിണ്ടാണ്ട് നിന്റെ ജോലി രാജിവെച്ചിട്ട് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് IPS നേടിയത് രാജിവെക്കാൻ വേണ്ടിയിട്ടാണോ? ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. നമ്മൾ പൊരുതി തന്നെ ജയിക്കേണ്ടി വരും. അതല്ലാതെ പേടിച്ചോടുകയല്ല വേണ്ടത്. ഞാൻ തെറ്റ് ചെയ്തതിന് പേരിലല്ലല്ലോ സസ്പെൻഡ് ആയത്. ന്യായത്തിന് വേണ്ടി പോരാടിയത് കൊണ്ടാണ് സസ്പെൻഡ് ആയത്. ഇവിടെ നീതിയും നിയമവും ഒക്കെ ഉണ്ട്. ഇതിനെല്ലാത്തിനും ഉപരി പൊതുജനങ്ങൾ നമ്മുടെ കൂടെയാണ്. അധികാരികൾ ഒരുപക്ഷെ മിണ്ടാതിരുന്നാലും പൊതുജനങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. ആ, നിങ്ങൾ പറഞ്ഞ പ്രകാരം ക്ഷേത്ര ഫണ്ടിലേക്ക് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ സഹായമാണ് സാർ. ഇതൊന്നും വലിയ കാര്യമല്ല. ഞാൻ എന്റെ കടമ ചെയ്തു, അത്രേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സാർ. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഫയൽസാ. സാർ ഒന്ന് സൈൻ ചെയ്യണം. ചെയ്യാം. എന്നാ ശരി സാർ. ആയിക്കോട്ടെ. ഈ ഗവൺമെന്റിന്റെ ഭരണം കണ്ടില്ലേ? വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവരൊക്കെ ഗുണ്ടകളെയും തീവ്രവാദികളെയും ഒക്കെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊന്നും കാഞ്ചനെ പോലെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഓഫീസേഴ്സിന്റെ അല്ലേ ആവശ്യം? ഇങ്ങനെ ഒരു സർക്കാരിന് ഞങ്ങൾക്ക് വേണ്ട. രാഷ്ട്രീയക്കാരൊന്നും നാട് നന്നാക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാ. സസ്പെൻഡ് ട്രാൻസ്ഫറും അല്ലാതെ ഇവർക്ക് വേറെ എന്താ അറിയാവുന്നത്? ജനങ്ങളായ ഞങ്ങൾ തീരുമാനിക്കും. ഇവർ ഈ തീരുമാനം മാറ്റില്ലെങ്കിൽ ഇവർക്കുള്ള ശിക്ഷ ഞങ്ങൾ കൊടുക്കും. കാഞ്ചന IPSനെ നിരാഹാരത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ASP കാഞ്ചനയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ ഹോം മിനിസ്റ്ററിനെയും അയ്യപ്പനെയും എതിർത്ത് ഞങ്ങള് മരണം വരെ ഞങ്ങൾ നിരാഹാരമിരിക്കും. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും സർക്കാരിനെതിരെ സമരം തുടരുകയാണ്. മണ്ണെണ്ണയൊഴിച്ച് മരിക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. കാഞ്ചനയ്ക്ക് അനുകൂലമായി പലയിടങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയെ ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണാൻ പറയും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കൊലപാതകത്തിനെതിരെ അനുകൂലിക്കുക, ന്യായം ചോദിക്കുന്നവരെ ജയിലിലാക്കും, അതല്ലേ ഈ സർക്കാർ? ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം? ഈ ഗവൺമെന്റിന് കാഞ്ചനയെ കുറിച്ച് ഒരു വേവലാതിയില്ല. എന്താ ഇവിടെ നടക്കുന്നേ? ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും കണ്ടില്ല എന്നടിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ, ഉടനെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന കാര്യം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതല്ല സാർ, അത് അയ്യപ്പൻ സാർ പാർട്ടി ഫണ്ടിലേക്ക് ധനസഹായം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. സംഭാവന തന്നു എന്ന് വെച്ചാൽ അയാൾ പറയുന്ന എല്ലാം ചെയ്യണമെന്നാണോ? മര്യാദയ്ക്ക് അയാളുടെ പണം തിരിച്ചു കൊടുത്തിട്ട് എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്. അല്ലാതെ ഇത്തരം വൃത്തികേട് കാട്ടിയിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കാരണം ജനങ്ങളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് എനിക്കാ. ഇനി മീഡിയാസിന്റെ മുമ്പിൽ ഞാൻ നാണം കെട്ട് നിൽക്കണോ? എന്താ നാക്ക് താന്നുപോയോ? സോറി സാർ. സോറി അത്രേ? സോറി എന്തിനാ സോറി? ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് ഒരു നിമിഷം കൂടി ചിന്തിച്ചോ? ജനങ്ങളൊക്കെ എന്റെ മുഖത്തിപ്പോ കാർക്കിച്ച് തുപ്പുക. നിങ്ങൾ ആദ്യം അവരുടെ സസ്പെൻഷൻ പിൻവലിക്കേ. യെസ് സാർ. സസ്പെൻഷൻ ഇപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞാൽ അയ്യപ്പനെയും അയാളുടെ മകനെയും അവൾ കൊന്നുകളയും സാർ. താൻ ആരെയാ ഈ പേടിക്കുന്നേ? നമുക്ക് ആവശ്യമുള്ളത് കൊള്ളാനും ഇല്ലാത്ത തള്ളിക്കളയാനും പഠിക്കണം. അതാണോ ഈ രാഷ്ട്രീയം? നമുക്ക് ജനങ്ങളാ പ്രധാനം, അല്ലാതെ ഇത്തരക്കാർക്ക് വളം വെച്ചു കൊടുത്തിട്ടല്ല. മനസ്സിലായ? എടോ കമ്മീഷണറെ, ഇയാൾ പറയുമ്പോഴേക്കും താൻ സസ്പെൻഡ് ചെയ്യാൻ നിൽക്കുകയാണോ? തനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. സോറി സർ, അവരൊരു നല്ല ഓഫീസറാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അവർ കേൾക്കുന്നില്ല. ഒരുപാട് പ്രഷർ തന്നപ്പോ ഞാനും വഴങ്ങി. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിയമം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും. കാഞ്ചനയുടെ സസ്പെൻഷൻ ഓർഡർ ഉടനെ പിൻവലിക്കണം. ദിസ് ഈസ് മൈ ഓർഡർ. യെസ് സർ. ഗുഡ് മോർണിംഗ് സർ. ഓ മിസ് കാഞ്ചന, വെൽക്കം. ഐ എം പ്രൗഡ് ഓഫ് യു. സത്യത്തിനും ധർമ്മത്തിനും ജനങ്ങൾ എന്നും കൂട്ടുനിൽക്കുന്ന നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. നിങ്ങളെപ്പോലൊരു ഓണസ്റ്റ് ഓഫീസർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് എനിക്കൊരു അഭിമാനമാണ്. താങ്ക് യു സർ. നിങ്ങളുടെ കാര്യത്തിൽ CM നേരിട്ട് ഇടപെട്ട് നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ റിവോക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇതാ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. താങ്ക് യു സർ. എനിഹൗ, നിങ്ങളൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ.
എനിമീസ് അലേർട്ടായിരിക്കുകയാണ്. എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ടായിരുന്നെങ്കിൽ കല്യാണവും കഴിച്ച് കുട്ടികളെയും പ്രസവിച്ച് സന്തോഷത്തോടു കൂടി ഞാൻ ജീവിച്ചേനെ. ഇങ്ങനെ കാക്കി കുപ്പായം ഇട്ട് തോക്കുമായി ഞാൻ നടക്കില്ലായിരുന്നു.